സംഭവിക്കും. എന്തായാലും അത് അനുകൂലമായോ പ്രതികൂലമായോ വരും എന്നുള്ളതാണ്. നമ്മുടെ സംസാരം പോലെ ഇരിക്കും അത് എന്നുള്ള ലെവലിലേക്ക് അവർ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പല മോശപ്പെട്ട രീതിയിലുള്ള അന്ധവിശ്വാസങ്ങൾ. ഉദാഹരണത്തിന് ഒരു കടയിൽ തുറന്ന് മുതലാളി ആ കച്ചവടം ചെയ്യുന്ന സമയത്ത് രാവിലെ തന്നെ ഒരു വ്യക്തി അദ്ദേഹത്തിനോട് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന വ്യക്തി അവിടെ ഉള്ളതിനാൽ ആ കടയിൽ നല്ല കച്ചവടം വരുന്നില്ല. അതുകൊണ്ട് അയാളെ ഒഴിവാക്കി വിടുന്നു. അതുപോലെ തന്നെ വളരെയേറെ മോശപ്പെട്ട രീതിയിലുള്ള അന്ധവിശ്വാസങ്ങൾ. എൻ്റെ സുഹൃത്തുക്കൾ ഒത്തൊരുമിച്ച് പല ഗെയിമുകളിലേക്കും പ്രവേശിച്ച് കളിക്കുമ്പോൾ അവരെ അടുക്കിലേക്ക് ഒരു സുഹൃത്ത് വന്നിരുന്നപ്പോൾ അവനെ അവർ പറഞ്ഞു, നീ കാരണമാണ് ഞങ്ങളുടെ കളിയെല്ലാം പരാജയപ്പെട്ടു പോയത്, നീ ഒന്നങ്ങോട്ട് പോയേ എന്ന് പറഞ്ഞു. അതുപോലെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇത്രയേറെ കാലം പുരോഗമിച്ചിട്ടും ഇത്തരം അന്ധവിശ്വാസത്തിന് യാതൊരു കുറവുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. അള്ളാഹുവിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ഇസ്ലാമാണ് ഞാൻ. പക്ഷേ ഇത്തരം അന്ധവിശ്വാസങ്ങൾ എനിക്ക് വിശ്വാസമില്ല. അള്ളാഹുവാണ് നമ്മുടെ ജീവിതം. എങ്ങനെ ഒരു ദിവസം അള്ളാഹുവിനാണ് ഇതൊക്കെ അറിയാൻ കഴിയുക. അല്ലെങ്കിൽ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ചില വിശ്വാസങ്ങളല്ല ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരാളെ ശകുനം കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ദോഷകരമായി നമുക്ക് ഭവിക്കുമെന്ന് പല ആളുകൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ കണ്ടാൽ നിർദ്ദേശാല ഐശ്വര്യമാണ് എന്നൊക്കെ. ഇത്തരം മോശമായ ചിന്താഗതികളാണ് നമ്മളെ തളർത്തുന്നത്. വസ്വാസ് പിടിച്ച ജീവിതം നമ്മളെ തളർത്തി അടിക്കും. അത് പരാജയത്തിലേക്ക് നമ്മളെ മൂക്കുകുത്തി വീഴും. അതുപോലെ തന്നെ ഒന്നുമല്ലാതെയായ ജീവിതം നമ്മൾക്ക് സമ്മാനിക്കും. അത്തരം ചിന്താഗതിയിൽ നിന്ന് നമ്മൾ ഇനിയെങ്കിലും ഉണരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പല വിധത്തിലുള്ള വിശ്വാസങ്ങളാണ്, പല വിധത്തിലുള്ള മോശപ്പെട്ട വിശ്വാസങ്ങളാണ്. സിഹ്ർ, കൂടോത്രം എന്നിവയിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്. അതൊരു സത്യമുള്ളതാണ്. പക്ഷേ ഇത് ഒരു സത്യമുള്ളതല്ല. ഇതൊക്കെ ഓരോ ആളുകൾ കെട്ടിയുണ്ടാക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ബാധിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതപ്പോൾ സത്യമുള്ളതാണ്. സിഹ്ർ എന്നുള്ളത് പിശാചിൻ്റെ ഉപദ്രവം സത്യമുള്ളതാണ്. അതിന് പ്രതിവിധിയും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖുൽ അഊസു ബിറബ്ബിൻ നാസും ഖുൽ അഊസു ബിറബ്ബിൽ ഫലക്കും. അതാണ് ഫലക്ക് സൂറത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളല്ലോ. മനുഷ്യ മനസ്സുകളെ ദുർബോധനം നടത്തുന്ന വരെ കൊണ്ടുള്ള ഒരു മനുഷ്യ മനസ്സുകളിൽ ദുർബോധനം നടത്തുന്നവർ, അതാണ് മനുഷ്യ മനസ്സുകളിൽ. അത് മനുഷ്യ കുലത്തിലുള്ള ആളുകൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്ന്. അങ്ങനെ മോശപ്പെട്ട ശൗര്യം അങ്ങനെ കാണാൻ പാടില്ല, അങ്ങനെ പാടില്ല ഒരു അന്ധവിശ്വാസം മനുഷ്യന്മാർ ഓരോ മനുഷ്യരിൽ കുത്തിവെക്കുന്നത് കൊണ്ട് അവരിൽ പിശാച് കടന്നു കയറി ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നു. അതൊരു തരത്തിലുള്ള അന്ധവിശ്വാസമാണ്. പിശാചിനെന്താണ്? അള്ളാഹുവിനുള്ള വിശ്വാസം അത് എങ്ങനെയെങ്കിലും ഓരോ മനുഷ്യരിൽ നിന്നും ഇല്ലാതാക്കണം എന്നുള്ള ലക്ഷ്യമാണ്. അതിനുവേണ്ടി അവൻ പല വിദ്യകളും പ്രയോഗിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ അത്തരം വിശ്വാസങ്ങളിലൊന്നും നമുക്ക് ചെന്നപ്പെടരുത്. അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുക, ഔലിയാക്കളിലും അവരുടെയൊക്കെ ഹക്ക് അവർക്ക് തോന്നുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ, താങ്ക് യു. ഇത്തരം വിശ്വാസങ്ങളിൽ നമ്മൾ ചെന്നപ്പെടരുത്. അള്ളാഹുവിലും റസൂലിലും ഔലിയാക്കളിലും വിശ്വസിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.